അണ്ട് ഈ കൂട് നാട്ടുന്ന പൈസ എടുത്തോണ്ട് പോയത് കൂട് നാട്ടുന്ന അവൾക്ക് ഗുണം പിടിക്കത്തില്ല. എന്താണെന്ന് വെച്ചാൽ ഞാൻ ആർക്കും ഒരു ജോലിയല്ല, ഞാൻ ആരും മുതൽ കട്ടിട്ടില്ല. 5000 രൂപ അവൾ ഇതിലേ കൂടെ എടുത്തത്. ഇത്തിരി കാലം കൊണ്ട് കിട്ടിയ വീടാണെന്നത്. അത് പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ വീടായില്ല. ഇത് വാർക്കാനുള്ള കാശാണ് എൻ്റെ കയ്യിൽ നിന്ന് കാണാതെ പോയത്, ആരാണ്ട് എടുത്തോണ്ട് പോയത്. ഈ വീട് വാർക്കാൻ പറ്റത്തില്ല, എന്നെ കൊണ്ട് പറ്റത്തില്ല വാർക്കാൻ. ആരെങ്കിലും സഹായിച്ചില്ലെങ്കിൽ എന്നെ കൊണ്ട് പറ്റത്തില്ല. അതുകൊണ്ട് വാർക്കുന്ന ഒരു നിർവാഹവും ഇല്ല. ആരെങ്കിലും സഹായിച്ചില്ലെങ്കിൽ വീടിങ്ങനെ കിടക്കാനേ പറ്റൂ. രാവിലെ ഞാൻ പട്ടാഴി വേങ്കിപ്പോയി 25,000 രൂപ എടുത്തും കൊണ്ട് ഞാൻ കൊട്ടാരിക്കര വന്ന് അവിടുന്ന് കൊല്ലം വണ്ടി കയറി ആ റെയിലാപ്പീസിൻ്റെ അവിടുത്തെ വേങ്കിൽ പോയി 2300 രൂപ ഉണ്ടായിരുന്നു 2 മാസം പെൻഷൻ. അതും എടുത്തും കൊണ്ട് പോരാനാ ചെന്ന് ആ വെളിയിൽ ചെന്നിരുന്ന് നനഞ്ഞും കൊണ്ട് അവിടെ ഇരുന്ന് എൻ്റെ കവറ് കയറുന്ന പാസ്ബുക്ക് എടുക്കാൻ നോക്കിയപ്പോൾ പൈസ ഇല്ല. മൊത്തം 45 രൂപ രണ്ടും കൂടെ പൈസ ഇല്ല. ബാങ്കുകാർ പറഞ്ഞ് അമ്മ അവർ പിന്നെ പെട്ടെന്ന് ഒപ്പമൊന്നും ഇട്ടില്ല. അവർ ഉണ്ണാൻ പോകുന്ന സമയമായിരുന്നു. എനിക്ക് ഉടനെ പൈസ തന്ന് എന്നോട് പറഞ്ഞ് പോലീസുകാരോട് എന്ന് പറയാൻ പറഞ്ഞു. വീടിൻ്റെ പണി നടക്കുക, അത് അവർക്ക് 1 ലക്ഷം രൂപ കൊടുക്കേണ്ടത്. അത് 50,000 ഞാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇറക്കാൻ കാശില്ല എന്നിട്ടാണ് ഈ കാശ് അവിടെ ഇട്ടിരുന്നത്. അന്നേരം ഞാൻ ഇല്ല പ്രദീപ് സാറിൻ്റെ വീട്ടിൽ ചെന്ന് പറഞ്ഞപ്പോൾ ആ സാറ് എനിക്കൊരു 20,000 രൂപ ഉണ്ട് തന്നിട്ട് പറഞ്ഞ് വീട് പെട്ടെന്ന് മാറിക്കണമെന്ന് പറഞ്ഞ് മഴയായി ഇടിഞ്ഞു പൊളിഞ്ഞു പോവും. വലിയ കാറ്റൊക്കെ അടിച്ചതിൻ്റെ ഷെഡും മറിയും. ആളിനെ അറിയത്തില്ല. ഇത്രയും ഒരു പെങ്കൊച്ച എന്നോട് ചേർന്ന് തന്നെ, ഒരു കറുത്ത പെങ്കൊച്ച. അത് വലുതായിട്ട് ഒരുങ്ങിയിട്ടും പറിച്ചിട്ടൊന്നുമില്ല. ഇതുപോലൊരു മാറ്റി ഇട്ടിട്ടുണ്ട്, ഒരു തോളലൊരു ഇതുപോലൊരു കുന്തവും കിടപ്പുണ്ട്. അത് കിട്ടിയ പൈസയ്ക്കാണ് ആക്കിയത്. പിന്നെ പെൻഷനൊക്കെ മേടിക്കും, പട്ടിണി കിടന്നാലും അതൊക്കെ കൊടുത്തൊക്കെ ഇറക്കി. ഇവരെല്ലാം കൂടെ ഈ നിൽക്കുന്നവരൊക്കെ കൂടെ സഹായിച്ചെന്തു ആയാലും എല്ലാം ഇത്രയൊക്കെ എത്തി. ഇനിയിപ്പോൾ വലിയ ലോഡല്ലേ വരുന്നത്. അന്നേരം ഒരു 20 രൂപയ്ക്കകത്തെങ്കിലും പോകും. വൈകുന്നേരം ഒരാൾ ഇന്നിട്ട് എവിടെയാണ് വന്നാൽ വൈകിട്ടൊന്നും ചോറ് 1000 രൂപ കൊടുക്കും. ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഈ ഷെഡിനകത്ത് കിടക്കാനേ പറ്റും. എവിടെ പോയി ഉണ്ടാക്കുമോ, എങ്ങും പോയി ഉണ്ടാക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. ഈ ഷെഡിനകത്ത് എത്ര ആൾ കിടക്കാതെ എന്തോ തോന്നിയാൽ രോഗമൊന്നും കാണാൻ വയ്യാതെ വന്ന് ബാങ്കുകാരും പേടിച്ച് ബാങ്കുകാർ പെട്ടെന്ന് പാസ്ബുക്കിൽ പതിക്കാതെ കാശ് വന്ന് അവർക്ക് ഗുണം പിടിക്കുമെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. അവർക്ക് ഗുണം പിടിക്കത്തില്ല. എന്താണെന്ന് വെച്ചാൽ ഞാൻ ആർക്കും ഒരു ജോലിയല്ല, ഞാൻ ആരും മുതൽ കട്ടിട്ടില്ല. ഇന്നൊക്കെ ചെവിടൊക്കെ 25,000 രൂപ കയ്യിൽ പോയി. ബാക്കിയുള്ളൂ. അതുകൊണ്ടാണ് വാർക്കാരനെ നടത്തുന്ന ഒരു നിർവാഹവും ഇല്ല. പൈസ എടുത്തോണ്ട് പോയവർ എനിക്ക് തന്നില്ലെങ്കിൽ ഈ മുമ്പോട്ടുള്ള പണി നടത്താൻ പറ്റത്തില്ല. ഈ പണി തീരാതുകൊണ്ട് അടുത്ത പൈസയും തരികയില്ല. ഇല്ല, ഉറക്കം വരുന്ന എങ്ങനെ വേറെ എന്തെങ്കിലും ഒരു വഴിയോ ഒരാളോ ഉണ്ടെങ്കിലെല്ലാം നമുക്ക് മുമ്പോട്ടുള്ള ഒരു ഇത് തോന്നത്തുള്ളൂ. ആരും സഹായിച്ചില്ലെങ്കിൽ എൻ്റെ വീട് വാർക്കാൻ പറ്റത്തില്ല. അത് കൊടുക്കാനും എനിക്ക് വൃത്തിയില്ല. ഈ പ്രായം ചെന്ന കാലത്ത് ഞാനിനി ഇറങ്ങി നടക്കാനും വയ്യ. ഞാനിനി എന്ത് ചെയ്യുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ലൈഫിൻ്റെ ഒരു വീട് കിട്ടി. പിന്നെ അത് ഞങ്ങൾ ഒരുപാട് ദൂരം കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ചുമട് പൈസ എടുത്തുകൊണ്ട് വന്നപ്പം അമ്മ ബസ്സിൻ്റെ മുന്നിൽ നിന്ന് ബാക്കിലൊരു സ്ത്രീ ഉണ്ടായിരുന്നു പറയുന്നു. അത് അവർ ഈ നുള്ളിൽ കയറി പൈസ എടുത്തുകൊണ്ട് പോയി. ഫോൺ വിളിച്ച് ഞാൻ ചെല്ലുമ്പോൾ കൊട്ടാരക്കര സ്റ്റേഷൻ്റെ മുന്നിൽ ഞാൻ തലയെന്നും കറങ്ങി അവിടെ ഇരിക്കുകയാണ്. ഓട്ടോക്കാരെല്ലാം കൂടെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ഞങ്ങൾ അവിടെ ചെന്നപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു, മോനെ ഇനി വീട് പാർക്കാൻ പറ്റത്തില്ല, എടാ കയ്യിൽ നിന്ന് പൈസ പോയടാ എന്ന് പറഞ്ഞു. ഞാൻ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, ഗണപതിയമ്പലത്തിൻ്റെ മുന്നിൽ വെച്ച് പറഞ്ഞു, അമ്മേ പോയത് പോയി, ഇനി നമ്മളിപ്പോൾ എന്തോ പറയാൻ, നമ്മൾ ദൈവത്തിനോട് പറയാനേ പറ്റും. ഇത് ആര് കൊണ്ടുപോയാലും അവർക്കും ഒരു വീട്ടിൽ കിടന്നുറങ്ങുകയാണെന്നുണ്ടെങ്കിൽ അവർ അത് മനസ്സിലാക്കണം. ഇത് കാണുന്നവരും മനസ്സിലാക്കണം.